നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പലവിധ കാര്യങ്ങളും നമ്മളെ നല്ലതുപോലെ ബാധിക്കാറുണ്ടല്ലേ. നമ്മൾ വെറുതെ ഒരു ദിവസം സമാധാനമായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളെ ഒരാൾ ഫോൺ വിളിക്കുകയും അതിനുശേഷം നമുക്കുണ്ടാകുന്ന ചില മാനസിക വ്യത്യാസങ്ങൾ കാരണം ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഒരു പറയുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമ്മളെ അഫക്റ്റ് ചെയ്യാം. ചിലപ്പോൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മളെപ്പറ്റി ഒരു കമൻറ്റ് പറയുമ്പോൾ നമ്മളെ അത് അഫക്റ്റ് ചെയ്യാറുണ്ടല്ലേ. അപ്പം നമ്മളെന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ മാനസികാവസ്ഥ പലപ്പോഴും മാറുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റബേണായിട്ട് നമ്മുടെ കാര്യം മാത്രം നോക്കി നിന്നാലോ? ഈ സ്റ്റബേൺനെസ് എന്ന് പറയുന്നത് പൊതുവേ ഭയങ്കര മോശം കാര്യമായിട്ടാണല്ലോ പറയപ്പെടുന്നത് അല്ലേ. കാരണം നമ്മൾ സ്റ്റബേണായി കഴിയുമ്പോഴേക്കും നമുക്ക് മറ്റുള്ളവരോട് ചിലപ്പോൾ കെയറിങ് ഇല്ലാതായി പോവുമോ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കുമോ, നമ്മുടെ ഫാമിലിയെ ബാധിക്കുമോ, നമ്മുടെ ഫ്രണ്ട്സിനെ ബാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള പല കൺസേണുകൾ ഉള്ളതുകൊണ്ട് സ്റ്റബേൺനെസ്സിനെ പൊതുവേ ഒരു മോശം കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഉദാഹരണത്തിന് ന്യൂസിൽ കേൾക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെയോ പറ്റി പറഞ്ഞൊരു അഭിപ്രായം, നമ്മുടെ ജീവിതമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സമാധാനം നല്ല രീതിയിൽ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഞാൻ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പല ആൾക്കാരും നമ്മുടെ അടുത്ത് ഈ മനസ്സിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് മനസ്സ് വിഷമിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും അവരിയ്ക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, കുറച്ച് സെൽഫ് ലവ്, കുറച്ച് സ്റ്റബേൺനെസ് ഒക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അവരത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റം വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ സ്റ്റബേൺനെസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് മിസറബിൾ ആക്കുന്നതിൽ ഞാൻ സമ്മതിക്കുന്നില്ല, അതിൽ ഞാൻ കുറച്ച് അധികം റിജിഡായിട്ട് തന്നെ ഇരിക്കുകയാണ്, എൻ്റെ സമാധാനം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി കാര്യങ്ങൾ എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളൊരു സെൽഫിഷ് ഒന്നും ആവില്ല. ആ ഒരു സ്റ്റബേൺനെസ് ആദ്യം നമ്മളുടെ മാനസികാവസ്ഥയെ സമാധാനത്തെ ബെറ്റർ ആക്കിയതിന് ശേഷം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, എനിക്ക് ഇന്ന് എൻ്റെ സമാധാനമാണ് വലുതെങ്കിൽ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇന്ന് എനിക്ക് എൻ്റെ ജോലിയാണ് വലുതെങ്കിൽ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. എൻ്റെ ഫാമിലിയിൽ കാര്യങ്ങൾ നോക്കുന്നതാണ് എൻ്റെ പ്രാധാന്യമെങ്കിൽ, ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതിൻ്റെ അപ്പുറം വരുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. ആദ്യം എൻ്റെ സമാധാനം ഞാൻ ബിൽഡപ്പ് ചെയ്യുന്നു, അതിനുശേഷം ബാക്കി നോക്കാം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഇത് ഈ സ്റ്റബേൺനെസ്സോ സെൽഫിഷ്നെസ്സോ ഒന്നും തന്നെയല്ല, നമ്മുടെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ചെയ്യുന്ന ചില സ്റ്റെപ്സ് മാത്രമാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. കുറച്ച് ദിവസം അതിൽ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ അപ്പുറം നമ്മുടെ സമാധാനത്തിന് നഷ്ടം വരുത്തുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ കുറച്ച് സ്റ്റബേണായിട്ട് തന്നെ നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒരിക്കൽ നമ്മുടെ മനസ്സ് പതുക്കെ ഒരു സമാധാനത്തിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആവും. കാരണം പല വർഷങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല, എന്നെക്കൊണ്ട് സമാധാനം നേടിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്ട്രോങ് വിശ്വാസത്തിലായിരിക്കും നമ്മളുള്ളത്. അപ്പോൾ അത് മാറണമെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം ക്രിയേറ്റ് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം. എനിക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ട് ജീവിക്കാൻ സാധ്യമാണ്, പക്ഷേ എൻ്റെ ഫോക്കസ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കണം. അതിൻ്റെ അപ്പുറം എല്ലാത്തിലേക്കും കടന്നു ചെന്ന് ഞാൻ സമാധാനം കളയരുത് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയണം.